വെള്ളായണി സ്വദേശിയായ നൃത്താധ്യാപകൻ മഹേഷിന്റെ മരണത്തിൽ ദുരൂഹത. മഹേഷ് ചികിത്സയിൽ കഴിയവേ ആശുപത്രി ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കുടുംബം ആരോപിച്ചത്. തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ ജീവനക്കാർക്കെതിരെയാണ് ആരോപണം. വെള്ളിയാഴ്ച അടിച്ചപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ മുമ്പായിട്ട് അടിക്കാതെ നിങ്ങൾ കുത്തിവെച്ച് കൊന്നുകളയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിറ്റേന്ന് വന്ന് അടിച്ചപ്പോഴത്തേക്ക് ഞങ്ങളെ അടിച്ചങ്ങ് വെളിയിൽ ഇറക്കിയിട്ട് അവർ 5-6 ആണുങ്ങളും 3 നേഴ്സുമാരും കൂടിയാണ് അതിനകത്ത് കയറിയത്. ഞങ്ങളകത്ത് നിർത്തിയില്ല. അവൻ്റെ സൗണ്ട് പോലും ഞങ്ങൾക്ക് വെളിയിൽ കേൾക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കഥവിൻ്റെ അവിടെ തന്നെ നിന്ന് അവരെന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകണുണ്ടോണ്ട് അവൾ പറഞ്ഞു, അമ്മ എന്തോ സംഭവിച്ച് അവർ പോയി ചിരിച്ചുകൊണ്ട് വേണം നമ്മൾ ചാടി അകത്ത് കയറി ചെന്നപ്പോൾ നോക്കടി മണിച്ചി എന്നതാ കയറി ഇരുന്ന് എന്നെ നെഞ്ചിലിടിച്ച് എൻ്റെ തലയിലടിച്ച് എൻ്റെ കവാലൊക്കെ അടി. മോൻ പറയണ് 2 കൈയും കാലും കെട്ടിട്ടിരിക്കുക. മണിച്ചി ഇങ്ങി വാടി എൻ്റെ നെഞ്ചിൽ കയറി നാടി എന്നെ ഇടിച്ചത്. ഞാൻ നോക്കുമ്പോൾ നെഞ്ചിൻ്റെ അവിടെയൊക്കെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോൾ എന്നെ കണ്ടാൽ മണിച്ചി സെൽഫി എന്ന് പറയും. നോർമലാണെങ്കിലും അല്ലെങ്കിലും. അപ്പം ഞാൻ മണി നിനക്ക് ഇപ്പം ഞാൻ സെൽഫി എടുക്കൂല, കെട്ടിയിട്ടിരിക്കല്ലേ. ഇല്ല മണിച്ചി നീ ഇടെന്ന് പറയും. നോക്കിയപ്പം കവിളിൻ്റെ അവിടെ അങ്ങ് നീരി കയറി, നെഞ്ചിൻ്റെ അവിടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ആ മടക്കിൻ്റെ അവിടെയൊക്കെ അങ്ങ് ഭയങ്കര പ്രശ്നം. ഞാൻ ഉടനെ തന്നെ ഫോട്ടോ എടുത്ത് അന്ന് രാത്രി തന്നെ ഞാൻ ഡോക്ടറെ വിളിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി വിളിക്കുന്നത് ശനിയാഴ്ച. മഹേഷിന്റെ ശരീരമാകെ മുറിവുകളും ചതവുകളും ഉണ്ട് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ആശുപത്രി ജീവനക്കാർ മഹേഷിനെ മർദ്ദിച്ചെന്ന് സഹോദരി ഡോക്ടറെ അറിയിക്കുന്നതിന്റെ ശബ്ദരേഖയും 24 പുറത്തുവിട്ടു. ഇന്നലെയും അവര് വന്ന് കെട്ടിയിടാണ് ചെയ്തത് രാത്രി. പക്ഷെ നിൽക്കുന്ന ആള് കെട്ടിയിടാൻ വന്നില്ലേ, അവര് നന്നായിട്ട് തല്ലിയിട്ടാണ് കെട്ടിയിട്ടത് അനിയനെ. അപ്പൊ ഇന്ന് വന്നവര് ഇന്നലെ വന്ന അതേ ആള് തന്നെയാണ് വന്നത്. ഇന്നലത്തേനേക്കാളും വളരെ മൃഗീയമായിട്ടാണ് ഇന്ന് അവനെ അടിച്ചത്. മഹേഷിനെ മർദ്ദിച്ചെന്ന ബന്ധുക്കളുടെ ആരോപണത്തിൽ ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ പ്രതികരിക്കാൻ തയ്യാറായില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്നും ആക്ഷേപമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവർ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തുടർ അന്വേഷണമോ പരിശോധനയോ നടത്തിയിട്ടുണ്ടോ? തുടർ അന്വേഷണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസ് കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ മൊഴി എടുത്തിട്ടുണ്ട്. പക്ഷേ മൊഴി എടുത്തതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോഴും ഒരു സാധാരണ മരണം എന്നുള്ള നിലയിൽ മാത്രമാണ് ഈ കേസിനെ പോലീസ് കാണുന്നത്. ഈ രീതിയിൽ മാത്രമാണ് FIR-ഉം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് മഹേഷ് മരിക്കുന്നത്. 7-ാം തീയതി മാനസിക വെല്ലുവിളിയെ തുടർന്ന് മഹേഷിനെ ശ്രീരാമകൃഷ്ണൻ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ എത്തിച്ച് 8-ാം തീയതിയും 9-ാം തീയതിയും തുടർച്ചയായ 2 ദിവസം മഹേഷിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആദ്യ ദിവസം മർദ്ദിച്ചപ്പോൾ അത് ആശുപത്രി അധികൃതരോടും ഡോക്ടറോടും പരാതി പറഞ്ഞു. 2-ാം ദിവസവും സമാനമായ രീതിയിൽ മർദ്ദിച്ച് അവശനാക്കി. അതിൽ മഹേഷ് തന്നെ ഈ മർദ്ദനം കഴിഞ്ഞ് ജീവനക്കാരെ പുറത്തിറങ്ങി പോകുമ്പോൾ മഹേഷ് കുടുംബക്കാരോടും ബന്ധുക്കളോടും പറഞ്ഞത് നെഞ്ചിൽ കയറി ഇരുന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശ്വാസകോശത്തിൽ ബ്ലഡ് കോട്ട് ചെയ്താണ് ഈ മരണ കാരണമെന്നാണ്. അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന, രാസപരിശോധന കൂടി വേണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് രാസപരിശോധന ഫലം കൂടി വന്ന ശേഷം മാത്രമേ ഇതിൽ കൊലപാതക കുറ്റം നിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂ എന്നാണ് പോലീസിന്റെ ഒരു വാദം. പക്ഷെ അപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന 22 മുറിവുകൾ, അതിൽ തന്നെ 17 മുറിവും ചതവും അത് ഗുരുതരാവസ്ഥയിലുള്ളതാണ്. അതിൽ 5-ാമത്തെ മുറിവിൽ പറയുന്നത് നെഞ്ചിൽ ആഴത്തിലുള്ള കറുത്ത നിറത്തോടു കൂടിയ ചതവുണ്ട് എന്നാണ്. നമുക്കറിയാം ഈ ശ്വാസകോശത്തിൽ ബ്ലഡ് നിറഞ്ഞാണ് ഈ ഒരു മരണത്തിലേക്ക് പോയത്. ആ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ചതവ് ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നതും. ശരീരത്തിൽ കൈകൾക്കും കാലുകൾക്കും കഴുത്തിനുമെല്ലാം സമാനമായ ഗുരുതരമായ ചതവും മുറിവുമുണ്ട്. എന്തായാലും ഇതിൽ പോലീസ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ആരുടെയും ചോദ്യം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട നടപടികളിലൊക്കെ കടന്നിട്ടില്ല. ഒപ്പം ബന്ധുക്കൾക്ക് പരാതിയുണ്ട്, അവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അത് രേഖപ്പെടുത്താനും പോലീസ് തയ്യാറായിട്ടില്ല. അനുജ, അതാണ് ഈ തരത്തിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോഴാണ് കുടുംബത്തിന്റെ ആരോപണം അത് ഗൗരവതരമാകുന്നതും പോലീസ് ഗൗരവത്തിലെടുക്കേണ്ടതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.